ഇന്ന് YKMCC സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു നല്ല അധ്യായമാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്മായിലിവിടെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ എക്കാലത്തെയും ഓർമ്മകളുടെ നിറദീപമായ മഹാനായ KM സീതി സാഹിബ് അവർ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വിപുലമായ ഒരു ലൈബ്രറി ഇപ്പോൾ ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചിരിക്കുകയാണ്. യാദൃശ്ചികമാണ് എന്നൊരു പറയുകയുണ്ടായി. ഏതായാലും സന്തോഷകരമായ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാനും വളരെ സന്തുഷ്ടനാണ്. പുതിയ ഓഫീസിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാണ്. ഏതായാലും അതും സീതി സാഹിബിൻ്റെ നാമധേയത്തിലുള്ള ഒരു പരിപാടിയിൽ തന്നെ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യം പകരുന്ന ഒരു കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ആണല്ലോ KMCCയുടെ പ്രവർത്തനങ്ങളുടെ ഒരു തിളക്കം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കാറുള്ളത്. ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നല്ലൊരു ലൈബ്രറി സ്ഥാപിക്കുക വഴി KMCC അവരുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള മേഖലകളിലേക്കും സാഹിത്യപരമായിട്ടുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ തുടക്കമാണ്. പുസ്തകങ്ങൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. സ്വാഭാവികമായി നമുക്കത് പ്രതീക്ഷിക്കാം. ഈ കാലത്ത് നമ്മുടെ ചരിത്രത്തെ ഒരിക്കലും തന്നെ മറക്കാൻ സാധിക്കുകയില്ലല്ലോ. പുതിയ കാലഘട്ടത്തിലാണ്. ഞാൻ കുറച്ച് നേരത്തെ ഞാനും പുത്തൂരും എല്ലാവരും കൂടി ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫ്യൂച്ചർ സംഭവം ഉണ്ടല്ലോ, ഫ്യൂച്ചർ ലൈബ്രറി, ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോയി ബഹിരാകാശത്തൊക്കെ പോയി വരികയാണ്. അവിടെ നമുക്ക് പോയാൽ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്, ഒരുപാട് വിവരണങ്ങൾ നമുക്കവിടെ കേൾക്കാനുണ്ട്. മനുഷ്യൻ്റെ പുതിയ രൂപവും ഭാവവും മനുഷ്യ ചിന്തകളിലെ AI രൂപം, പ്രകൃതിയുടെ തന്നെ ഒരു AI രൂപം വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അത്തരം ഒരു ലോകത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സഞ്ചാരത്തിനിടയിലും ഒരു നല്ല യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് യാത്ര നമ്മൾ എവിടേക്ക് പോയാലും എവിടേക്ക് ചെന്നെത്തിയാലും നമ്മൾ ഏതെല്ലാം കാഴ്ചകൾ കണ്ടു, എവിടെയെല്ലാം നമ്മൾ പോയി എന്ന് തിരിഞ്ഞു നോട്ടം നമ്മളൊക്കെ നടത്താറുണ്ടല്ലോ. പുതിയൊരു യാത്രയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് നടത്തിയിട്ടുള്ള യാത്രകളെ കുറിച്ചൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അറിഞ്ഞോ അറിയാതെയോ ഓർത്തുപോകും. അതൊരു തിരിഞ്ഞു നോട്ടം എപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ തിരിഞ്ഞു നോട്ടത്തിന് നമുക്ക് ഏറ്റവും പറ്റിയ മാധ്യമം എന്നുള്ളത് വായനയുടെ ലോകം തന്നെയാണ്. ലോകം എത്ര തന്നെ പുരോഗതി പ്രാപിച്ച ഏത് AI നമ്മളെ കീഴടക്കിയാലും വായനയിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കുവാൻ സാധ്യമല്ല. അപ്പം ആ വായനയുടെ ലോകം എന്നുള്ളത് പുസ്തകങ്ങളുടെ ലോകം തന്നെയാണ്. പുസ്തകങ്ങളാണ് അവിടെ നമുക്ക് വഴി കാണിക്കുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളെ ചില സമയങ്ങളിലൊക്കെ നമ്മെ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്താറുണ്ടല്ലോ. മക്കൾ എത്ര വലിയ വളർച്ച കൈവരിച്ച, എത്ര വലിയ ഉയർന്ന നേട്ടങ്ങളിലെത്തിയാലൊക്കെ മാതാവിനും പിതാവിനും അവരുടെ ഒരു ആധികാരികതയുണ്ടാവും, ഒരു അധികാര സ്വഭാവം ഉണ്ടാവും. അപ്പം ആ സ്വഭാവം അനുസരിച്ച് മോൻ എത്ര ഉയരത്തിലെത്തിയാലും മോനെ എന്ന് വിളിച്ചുകൊണ്ട് പിതാവ് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പലപ്പോഴും പറഞ്ഞു എന്ന് വരും. മാതാവും അങ്ങനെ തന്നെയാണ്, മോനെ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരും അവരുടേതായിട്ടുള്ള അനുഭവം കണ്ട് വിളിച്ചതിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അവർക്കറിയാം മക്കൾ ഒരേ ഉയരത്തിലാണ്, അവർ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എന്നെക്കാളൊക്കെ എത്രയോ വിവരമുള്ളവരാണ് എൻ്റെ മക്കൾ എന്ന് മാതാപിതാക്കൾക്കൊക്കെ അറിയാം. പക്ഷേ
പിന്നെയും നമ്മെ അല്ലെങ്കിൽ മക്കളെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ മക്കൾക്കൊന്നും ഇല്ലാത്ത അനുഭവജ്ഞാനം തങ്ങൾക്കുണ്ട് എന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവാണ് അവര് നമ്മളെ ഉപദേശിക്കാൻ കാരണം. എന്നതുപോലെയാണ് പുസ്തകങ്ങളുടെ ലോകത്ത് നമ്മൾ പക്ഷെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടാവും, ഒരുപാട് നേട്ടങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഓരോ പുസ്തകവും അനുഭവങ്ങളുടെ പാഠങ്ങളാണ് എന്നുള്ളതാണ്. ആരെത്ര ചെറിയ പുസ്തകം എഴുതിയാലും അതിൽ ആ എഴുത്തുകാരൻ്റെ എഴുതിയ ആളുടെ അനുഭവങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ ഏതൊരു പുസ്തകത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതൊരാളൊരു പുസ്തകം ഇതുപോലെ ആത്മാർത്ഥതയോടെയാണ് ഇവിടെ മാധ്യമക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ ഏതൊരു അക്ഷരവും ഒരാൾ കുറിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് എഴുത്തുകാരുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാവും. ചളിയും ചവറൊക്കെ വേറെ ഉണ്ട്, വേറെ. എന്നാലും മര്യാദയ്ക്ക് അതിന് ആൾക്കാർ അതിലുണ്ട്. അവര് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അവരുടെ വാക്കുകൾ കുറിക്കുന്നത്. അപ്പോൾ ഏതൊരു അക്ഷരത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഉണ്ടാവുക എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ലൈബ്രറിയിലും കാലങ്ങളുടെ ഹൃദയ ഭാഷയാണ് അവിടെയൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവുക. നമ്മളൊക്കെ അത് എപ്പോഴെങ്കിലും നമ്മളൊക്കെ മറിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾക്ക് ആർക്കും സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഉള്ള സമയം കൊണ്ട് പുസ്തകങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ നല്ലതാണ് എന്നുകൂടി സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. അപ്പം ആ നിലക്ക് ദുബായ് KMCC നല്ല ഒരു നീക്കമാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും അല്പസമയം ഇവിടേക്ക് വന്നുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ച് അനുഭവങ്ങളുടെ ലോകത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതിനൊക്കെ ഇവിടെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ള ദുബായ് KMCCയെ ആർദ്രമായി അഭിനന്ദിക്കുകയാണ്. ദുബായ് KMCCയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഇവിടെ ഇല്ല. അത് നേരത്തെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരില്ലാത്തപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ എന്ന് ഞാൻ അവരോടും പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചേർത്ത് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.